ഈ അടുത്തിടയ്ക്കൊന്നും അല്ല കണ്ടുപിടിച്ചത്. ഇത് 90s ഉള്ള കാര്യമാണ്. ഓക്കെ. പക്ഷെ അത് വളരാൻ വേണ്ടിട്ട് ഇത്രയും സമയം എടുത്തതിനും പ്രത്യേകിച്ച് കാരണങ്ങളൊക്കെ കാണും. കാരണം ഈ സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലും വരണം, എങ്കിൽ മാത്രമല്ല ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവത്തുള്ളൂ. അതെ. ഇപ്പൊ കൊറോണയുടെ ഒരു സമയത്ത് എല്ലാവരും വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നു. അപ്പൊ എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ട്, ഇന്റർനെറ്റ് ആക്സസ് ഉണ്ട്. കൃഷിമാര് പോലും ഈ ഫോൺ യൂസ് ഫോണും നമ്മുടെ ആ ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ നടന്നപ്പോഴാണ് ഈ AI വരാൻ തുടങ്ങിയത്. ഫോൺ വിത്ത് ഇന്റർനെറ്റ്, ഓക്കെ. ഹൈ സ്പീഡ് ഇന്റർനെറ്റിന് വലിയൊരു റോൾ ഉണ്ട് അതിന്റെ അകത്ത്. പിന്നെ ഇതിന്റെ ഒരു ട്രെയിനിങ് പീരീഡ് എന്നുണ്ട്. അതായത് മനുഷ്യന്റെ ബുദ്ധിയും നിർമ്മിത ബുദ്ധിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ ഒരു പരിധി വരെ, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിന് ചെയ്യാൻ പറ്റില്ല. ഇമോഷൻ ഇല്ല, ഇതിന് എത്തിക്സ് ഇല്ല, ഇതിന് എന്താ പറയാ നമ്മുടെ എമ്പതി ഇല്ല. അപ്പൊ മനുഷ്യര് ട്രെയിൻ ചെയ്യുന്ന ആ ട്രെയിനിങ് സെറ്റ് വർഷങ്ങളോളം ട്രെയിൻ ചെയ്താണ് ഇപ്പൊ ഈ ഒരു നമുക്കിപ്പോ മൊത്തത്തിൽ ഒരു റെവല്യൂഷനൈസ്ഡ് ആയിട്ടുള്ള AI കിട്ടിയിരിക്കുന്നത്. അതും ഒരു സമയം എടുത്തതിന് കാരണമാകാം. നമ്മൾ തുടങ്ങിയപ്പോൾ നമുക്കുണ്ടായിരുന്ന ട്രെയിനിങ് സെറ്റിൽ നിന്ന് ട്രെയിൻ ചെയ്ത് ഓരോ മോഡൽസ് യൂസ് ചെയ്ത് അൽഗോരിതം ഡെവലപ്പ് ചെയ്ത് അങ്ങനെ വന്നിപ്പോ അത് ഒരു റിഫൈൻഡ് വേർഷനിലേക്ക് വന്നു.